ഹായ്, ഇനി വരുന്ന മത്സര പരീക്ഷകൾക്ക് നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിച്ചാലോ? അപ്പോൾ ഇതിനു മുന്നേ ചോദിച്ച എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആഗസ്റ്റ് 9. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ആഗസ്റ്റ് 9-നാണ്. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ. ക്രിപ്സ് മിഷന് നേതൃത്വം കൊടുത്തത് ആര്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. ക്രിപ്സ് മിഷന് നേതൃത്വം കൊടുത്തത് ആര്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. അപ്പം നമുക്ക് ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് വായിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്ന്? 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് കണക്കാക്കുന്നത് ഓഗസ്റ്റ് 9. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസൻ ചർച്ചിൽ. ക്രിപ്സ് മിഷന് നേതൃത്വം കൊടുത്തത് ആര്? സർ സ്റ്റാംഫോർഡ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? 1942 മാർച്ച്. പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് ദൗത്യത്തെ. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക. അപ്പം നമുക്ക് ഒന്നും കൂടി വായിക്കാം. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്കോ പ്രഭു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് എന്ന്? 1942 മാർച്ച്. പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ക്രിപ്സ് ദൗത്യത്തെ. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്? 1942 ഓഗസ്റ്റ് 8. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണെന്ന് പറഞ്ഞു, അത് ഓഗസ്റ്റ് 9. ഇത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ എന്നതിൻ്റെ അർത്ഥം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ഗാന്ധിജിയുടെ ദിനപത്രം ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INC സമ്മേളനം ബോംബെ സമ്മേളനം. നമുക്കൊന്നും കൂടി വായിക്കാം. ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എഴുതി തയ്യാറാക്കിയത് മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിച്ച ഗാന്ധിജിയുടെ ദിനപത്രം ഹരിജൻ. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്, ഹരിജൻ പത്രം ആരുടേതാണെന്ന്. അപ്പോൾ ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INC സമ്മേളനം ബോംബെ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച്? മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വിപ്ലവ നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട വനിത ആരായിരുന്നു? മാതങ്കിനി ഹസ്ര. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ
സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? 140 മിനിറ്റ്. നമുക്ക് ഒന്നും കൂടി വായിക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ബോംബെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രഭാഷണം നടത്തിയത് എവിടെ വെച്ച്? മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ച്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വിപ്ലവ നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട വനിത ആരായിരുന്നു? മാതങ്കിനി ഹസ്ര. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു? 140 മിനിറ്റ്. ഇതിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വിപ്ലവ നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി എന്ന ക്വസ്റ്റ്യനും എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒന്നാണ്. ഇനി ബാക്കി ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാവുന്നതാണ്. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.